മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദിവസേന നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദിവസേന നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട 10 ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റ് ആണ്. നമുക്കറിയാം വിവിധ അസുഖങ്ങൾ, ക്യാൻസർ, ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ വിവിധ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നമ്മളെല്ലാം. അപ്പോൾ ഇത്തരം അസുഖങ്ങളെല്ലാം വരാതിരിക്കാൻ നമ്മുടെ ഭക്ഷണത്തിന് വളരെയധികം റോളുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളും ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കിയും കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ശീലിച്ചാൽ തന്നെ ഒട്ടനവധി അസുഖങ്ങളെ നമുക്ക് തടുക്കാനും ചെറുക്കാനും സാധിക്കും. പലപ്പോഴും രോഗത്തെ നമ്മൾ പറയുമ്പോൾ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, ഡോക്ടറെ കാണുന്നു, അല്ലെങ്കിൽ പല ടെസ്റ്റുകൾ ചെയ്യുന്നു, പിന്നെ രോഗമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മാനസിക പ്രയാസങ്ങൾ ഒരു വശത്ത്, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു ഭാഗത്ത്, അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ ഒരു രോഗം നമുക്ക് വരുന്നത് മൂലം നമുക്ക് വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താതിരിക്കുക, പലപ്പോഴും രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ മരുന്ന് പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുക, മരുന്നായ പോലെ വളരെ ശ്രദ്ധിച്ച് മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്ന് എന്നുള്ളത് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്. നമുക്കറിയാം അധികം സ്റ്റാർച്ച് ഇല്ലാത്ത ടൈപ്പ് വെജിറ്റബിൾ ഭക്ഷണങ്ങൾ. വെജിറ്റബിൾ ഭക്ഷണങ്ങൾ പലപ്പോഴും പല ആളുകൾക്കും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് പുതിയ കുട്ടികളിൽ, നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലൊക്കെ പച്ചക്കറി കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു അസ്വാഭാവികതയാണ് അവർക്ക്. അത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇതാക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതൊരു മണം കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പല ആളുകളും ഇന്ന് വളർന്നു വരുന്നത്. അത് വലിയ അപകടങ്ങൾ നമുക്ക് വിളിച്ചു വരുത്തും. അതുപോലെ തന്നെ വലിയ രോഗങ്ങളിലേക്ക്, അത് വൈറസ് സംബന്ധമായിട്ടുള്ള, ക്യാൻസർ സംബന്ധമായിട്ടുള്ള, ലിവർ സംബന്ധമായിട്ടുള്ള, കിഡ്നി സംബന്ധമായിട്ടുള്ള ഒട്ടനവധി അസുഖങ്ങളിലേക്ക് ഇതൊക്കെ വഴിവെക്കുമെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് തിരിച്ചറിയണം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കഴിക്കേണ്ട ഒന്നാണ് നമ്മളെ വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. വെജിറ്റബിൾസ് തന്നെ ക്രൂസിഫറസ് ഐറ്റംസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് നമുക്ക് ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ പോലെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് വളരെയധികം നല്ല ഹെൽത്ത് ബെനിഫിറ്റും ധാരാളം ഫൈബേഴ്സ് ഉള്ള ഭക്ഷണമാണ്. അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇല്ലാതാക്കാൻ, വയറിൽ മലശോധന കൃത്യമാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്നുള്ളത്. പല ആളുകളും പറയാറില്ല ഇതിൽ ധാരാളം വിഷമടിച്ചല്ലേ ഡോക്ടറെ വരുന്നത്, അപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഏത് പച്ചക്കറികളാണെങ്കിലും ഇന്ന് ധാരാളം പെസ്റ്റിസൈഡ് അടിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലെത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ അടുക്കള തോട്ടങ്ങൾ നമ്മൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട തക്കാളി, വെണ്ടക്ക, പയറുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അടുക്കള തോട്ടങ്ങളിൽ അത്തരം കാര്യങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ധാരാളം നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഒരു കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് തന്നെ, പച്ചക്കറികളെല്ലാം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ അല്പം അപ്പക്കാരം ഇട്ടുകൊണ്ട് ആ വെള്ളത്തിൽ അപ്പക്കാരം ഇട്ട് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നതൊക്കെ ഇതിലുള്ള പെസ്റ്റിസൈഡുകൾ പോകാനും, അതുപോലെ തൊലി കളഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ തൊലി കളഞ്ഞ് ഉപയോഗിക്കുകയൊക്കെ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി അതിൻ്റെ അളവ് നമുക്ക് കുറക്കാം എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. പിന്നീട് നമ്മൾ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ബെറീസ്. ഇപ്പോൾ ബെറീസ് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. പല ആളുകളും നമുക്ക് കഴിക്കാൻ, പുറത്തുനിന്നൊക്കെ വാങ്ങാനൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷേ അതിൽ ധാരാളം നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് ബെറീസ് എന്ന് പറയുന്ന ഫ്രൂട്ട്സുകൾ. അതിൽ റാസ്ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. അങ്ങനത്തെ ബെറീസ്, ബ്ലൂബെറി ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം നല്ല ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ഉള്ളി ഐറ്റംസ്, ഒനിയൻ ഐറ്റംസ്, നമ്മുടെ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളികൾ വളരെയധികം നല്ല ഹെൽത്ത് ബെനിഫിറ്റാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ, കറികളിലൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുത്തിടുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കുക. അത് വളരെയധികം നമ്മളത് കഴിക്കുകയാണെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ഏകദേശം നമ്മുടെ വലിയ ഉള്ളി, ഇപ്പോൾ നമ്മളൊരു ഗാർലിക് എടുക്കുകയാണെങ്കിൽ തന്നെ
അതിൽ 31 സൾഫർ കോമ്പൗണ്ട്സ് അടക്കം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്ലൂട്ടാത്തോയിൻ പ്രൊഡക്ഷന്, സിസ്റ്റീൻ പ്രൊഡക്ഷനൊക്കെ വളരെയധികം, നമ്മുടെ പ്രോട്ടീൻ പ്രൊഡക്ഷനൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോട്ടീനുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ, പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല നല്ല ആൻറ്റിബോഡീസ് ഇതിലടങ്ങിയിട്ടുള്ള അലീസിൻ എന്നുള്ളൊരു കോമ്പൗണ്ട് വഴി നമുക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മുടെ രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന ക്ലോട്ടുകളെ അലിയിക്കാനും അതുപോലെ തന്നെ രക്തചംക്രമണം ശുദ്ധീകരിക്കാനും രക്തചംക്രമണം ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ കുറവ്, ചീത്ത കൊളസ്ട്രോളിനെ അടക്കം കുറക്കാനൊക്കെ അലീസിൻ പോലെയുള്ള കോമ്പൗണ്ടുകൾ വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഗാർലിക് എന്ന് പറയുന്നത്. അത് നമുക്ക് റോ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. റോ ആക്കി കഴിക്കുന്നത് കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 4 അല്ലി നമ്മുടെ വെളുത്തുള്ളി ചതച്ചിട്ട് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെ ആ വെള്ളം അടക്കം ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കൊളസ്ട്രോൾ കുറക്കാനൊക്കെ സാധിക്കാറുണ്ട്. പിന്നീട് നമ്മുടെ കറികളിലൊക്കെ കൂടുതൽ നമുക്ക് വെളുത്തുള്ളി ആഡ് ഓൺ ചെയ്തുകൊണ്ട്, കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് കറികളിലൊക്കെ സാലഡുകളിലൊക്കെ ഉള്ളികളൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്മെല്ലാണ്. പലപ്പോഴും നമുക്ക് കഴിക്കാനും കഴിച്ചിട്ട് പുറത്ത് പോകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഈ അലീസിൻ്റെ സൾഫർ കോമ്പൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രത്യേക സ്മെല്ല് പലപ്പോഴും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം നമ്മൾ വീട്ടിലുള്ള സാഹചര്യങ്ങളിലും നമുക്കൊക്കെ കൂടുതൽ കറികളിലൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ആ സ്മെല്ല് കുറക്കാനൊക്കെ നമുക്ക് സഹായിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ഉള്ളി ഇതിൽ തന്നെ വലിയ ഉള്ളി ഒനിയൻസ് ധാരാളം ഫൈബേഴ്സ് ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പൈൽസ് പോലെ, മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറക്കാനും അതുവഴി നമുക്ക് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസിനൊക്കെ കുറക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വലിയുള്ളി എന്നുള്ളത്. അതും നമ്മുടെ ഭക്ഷണത്തിലും കറികളിലൊക്കെ നമ്മൾ ധാരാളം ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. ഇതിലും ധാരാളം സൾഫർ കോമ്പൗണ്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് പ്രൊവൈഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് അറിയാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ വിഷയങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത്. വളരെയധികം ലൈക്കോപ്പിൻ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഈ ഒരു തക്കാളി കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ധാരാളം ഫൈബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വേണ്ടിയിട്ട്, ഹൃദയ ചംക്രമണത്തിന്, ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ തക്കാളി എന്നുള്ളത്. അതും നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. അത് പച്ചക്ക് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ കറികളിൽ ഉൾപ്പെടുത്തി കഴിക്കാം. ഇതെല്ലാം പല രീതിയിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ഓൺ ചെയ്ത് കഴിക്കാം. പിന്നീട് നമ്മൾ പച്ചക്കറികൾ തന്നെ ഉൾപ്പെടുത്തി കഴിക്കേണ്ട ഒന്നാണ് ക്യാപ്സിക്കം എന്നുള്ളത്. ക്യാപ്സിക്കം വിവിധ കളറുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. പച്ചയും മഞ്ഞയും വിവിധ കളറുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാലഡുകളിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നത് മൂലം നമ്മുടെ ദഹന പ്രക്രിയക്ക് വളരെയധികം സുഗമമാക്കാനും, ഇപ്പോൾ എച്ച് പൈലോറി പോലെയുള്ള കണ്ടീഷനിലൊക്കെ, നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലൊക്കെ ഈ ബാക്ടീരിയയൊക്കെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നല്ല പ്രൊബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പച്ചക്കറികളാണ് ഈ ക്യാപ്സിക്കം പോലെയുള്ള പച്ചക്കറികളൊക്കെ. ഇതെല്ലാം നമ്മൾ ധാരാളം ആഡ് ഓൺ ചെയ്ത് കഴിക്കുക. പിന്നീട് നമുക്ക് കുമ്പളം, മത്തൻ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം വഴുതനങ്ങ, ഇത്തരം ഭക്ഷണങ്ങളെല്ലാം നമുക്ക് പച്ചക്കറികളിൽ നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാവുന്ന നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആയിട്ടുള്ള നമ്മൾ ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ തുടങ്ങിയ ഭക്ഷണങ്ങൾ. ടാപ്പിയോക്കയിൽ അല്പം കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അപ്പോൾ ഷുഗറുള്ള ആളുകളിൽ, അതുപോലെ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളിലൊക്കെ അതിൻ്റെ അളവ് വളരെ മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് ധാരാളം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടിയാണ്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ കുറച്ചുകൂടി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലുള്ളതാണ്. ഇതിൽ ധാരാളം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി നമുക്ക് ടാപ്പിയോക്ക അല്ലെങ്കിൽ നമ്മുടെ കപ്പയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്പം കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഷുഗറുള്ള ആളുകൾക്ക് കൂടി കുറച്ച് അഡ്വൈസ് ചെയ്യാവുന്ന വളരെയധികം നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ, അല്ലെങ്കിൽ നമ്മുടെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഇടയ്ക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ഭക്ഷണം കൂടിയാണ്. പിന്നീട് നമ്മൾ ഇപ്പോൾ പച്ചക്കറികൾ പറഞ്ഞു, നമ്മൾ ബെറീസ് പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒന്നാണ് നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് എന്നുള്ളത്. പ്രോട്ടീൻ നിർബന്ധമായിട്ടും നമ്മുടെ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്തനിങ്ങിനും, അതുപോലെ മസിൽസിൻ്റെയൊക്കെ നമ്മുടെ നടത്തത്തിന്, നമ്മുടെ ജോലി ചെയ്യുന്നതിനൊക്കെ നമുക്ക് ക്ഷീണമില്ലാതെ പ്രവർത്തിക്കാനൊക്കെ നമ്മുടെ മസിൽസിന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും വേണ്ട ഒന്നാണ് ഫാറ്റ്സും പ്രോട്ടീനും എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രോട്ടീൻസ് നമുക്ക് കിട്ടുന്ന സോഴ്സാണ് ചിക്കന്, അതുപോലെ തന്നെ ബീഫ്, അതുപോലെ മത്സ്യങ്ങളൊക്കെ. ഇത് ധാരാളം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ പലപ്പോഴും ചിക്കൻ കഴിക്കാൻ പറ്റുമോ ഡോക്ടർ എന്ന് ചോദിക്കുന്ന രോഗികളുണ്ട്.
അപ്പോൾ ചിക്കൻ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്, നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഹെൽത്തി പ്രോട്ടീനാണ്. അത് ഒരിക്കലും നമ്മൾ കഴിക്കാതിരിക്കരുത്. നമ്മളത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ അനാവശ്യ രീതിയിലുള്ള അമിതമായിട്ട് കഴിക്കുന്നതും അതിൻ്റെ പ്രിപ്പറേഷൻ ഓഫ് കുക്കിംഗ്, അപ്പോൾ നമ്മൾ അമിതമായിട്ട് നമ്മൾ കഴിക്കുന്ന അവസ്ഥയും അതുപോലെ അതിൻ്റെ കുക്കിങ്ങിൽ ഉണ്ടാവുന്ന പലപ്പോഴും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തുകൊണ്ട് കഴിക്കുന്നത്, അമിത എണ്ണ ഇട്ടുകൊണ്ട് കഴിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ കറി വെച്ചിട്ടും ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് പ്രോട്ടീൻസിൻ്റെ സപ്ലിമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ നിർബന്ധമായി കഴിക്കണം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് മീനുകൾ ഒമേഗ 3, 6, 9 ഫാറ്റി ആസിഡ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മത്സ്യത്തിൻ്റെയൊക്കെ ഉപയോഗം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മീറ്റിൻ്റെ ഉപയോഗം, റെഡ് മീറ്റ് നമുക്ക് ഇടയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് സ്ഥിരമായിട്ട് കഴിക്കുകയും അമിതമായിട്ട് കഴിക്കുകയും അത് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അനാരോഗ്യത്തിന് ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇതൊരിക്കലും ഒഴിവാക്കേണ്ട കാര്യമല്ല. ഭക്ഷണത്തിൽ നമുക്ക് ഇത്തരം ഭക്ഷണങ്ങൾ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ ഓയിലുകൾ, പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫാറ്റുകൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രൊഡക്ഷനെ, നമ്മുടെ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ, എൻസൈംസിൻ്റെയൊക്കെ പ്രൊഡക്ഷനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ് നമ്മുടെ ഓയിലുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഓയിലുകളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ അമിതമായിട്ട് ഓയിലുകൾ ഉൾപ്പെടുത്തി കഴിക്കുന്നതും ഓയിലുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് മാത്രമാണ് അപകടം. അത് ഒരു ചെറിയ അളവിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഓയിൽ അങ്ങ് സ്കിപ്പ് ചെയ്യുക, കംപ്ലീറ്റ് പ്രോട്ടീൻസ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു രീതിയല്ല. അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അളവിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ ഭക്ഷണത്തിൽ 50% നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുക, 25% നമ്മുടെ പ്രോട്ടീൻസും 25% കാർബോഹൈഡ്രേറ്റും ബാക്കി ഫാറ്റും ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഏത് കാര്യങ്ങളും ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മൾ അതിലൊരു ശ്രദ്ധ കൊടുക്കുക, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് നമ്മുടെ നട്ട്സ് ഐറ്റംസ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള നട്ട്സാണ് നമ്മുടെ വാൽനട്ടുകൾ. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തെ വളരെയധികം, പ്രത്യേകിച്ച് ഡിമെൻഷ്യ പോലെയുള്ള രോഗികളിൽ, അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങളിലൊക്കെ ഈ വാൾനട്ടിൻ്റെ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ മെമ്മറി കൂടുതൽ നശിച്ചു പോവാതിരിക്കാനൊക്കെ കാരണമാവുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാൽനട്ട്സുകൾ വളരെയധികം നമ്മുടെ പ്രോട്ടീൻസിൻ്റെ, നമ്മുടെ എനർജിയൊക്കെ കിട്ടാനും അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനും വൈറ്റമിൻസിനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാൽനട്ടുകൾ. അതുപോലെ തന്നെ ബദാം, ആൽമണ്ട്സുകൾ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. ഈ ആൽമണ്ട്സ് അതുപോലെ തന്നെ നട്ട്സ്, ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീന് നമുക്ക് കിട്ടുന്നത് മൂലം നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക്, നമ്മുടെ എൻസൈമുകളുടെയും നമ്മുടെ ഹോർമോണുകളുടെയൊക്കെ പ്രവർത്തനത്തെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ ഇത്തരം പ്രോട്ടീനുകൾ നമ്മളെ സഹായിക്കും, ഇത്തരം നട്ട്സുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് സീഡ്സുകൾ. ഇന്ന് വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു, പല ആളുകളും ഉപയോഗിക്കുന്നതാണ് ചിയ സീഡുകൾ, അതുപോലെ തന്നെ മറ്റു പംകിൻ സീഡുകളൊക്കെ. ഇത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ അമിതവണ്ണം കുറക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പുകളെ കുറക്കാനൊക്കെ ഈ ചിയ സീഡ്സിൻ്റെ ഉപയോഗം ഒരു ലഘു അളവിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അതും ഒരുപാട് നമ്മൾ പെട്ടെന്ന് തടി കുറഞ്ഞോട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വയറൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിൽ ബ്ലോട്ടിങ്, വയറിന് ഗ്യാസിൻ്റെ ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് ട്രബിൾസ് ഒക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉൾപ്പെടുത്തിയാവുന്ന പംകിൻ സീഡുകൾ ധാരാളം മഗ്നീഷ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മസിൽസിനെയും നമ്മുടെ ബാക്കി ആരോഗ്യത്തെയൊക്കെ, പ്രത്യേകിച്ച് ഡിസ്മെനോറിയ പോലെയുള്ള കണ്ടീഷനിൽ പേഷ്യൻസിൽ, ലേഡീസിലൊക്കെ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന കുറക്കാൻ നമ്മുടെ പംകിൻ സീഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ മഗ്നീഷ്യം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ക്രാംസ് ഒക്കെ കുറക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് പഠനങ്ങളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് കൂടുതലായിട്ട് അത് ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. പിന്നീട് 10ാമതായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് നമ്മുടെ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്. അവക്കാഡോ വളരെയധികം നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള, നല്ല റിച്ച് ഫാറ്റ് അടങ്ങിയ, അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് എന്ന് പറയാം, ഹെൽത്തി ഫാറ്റ് അടങ്ങിയ, പ്രത്യേകിച്ച് നമ്മുടെ ഡയബറ്റിസ് ഉള്ള ആളുകളിൽ, അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകളുടെ, ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ ഒക്കെ ഒരു ഹെൽത്തി ഫാറ്റ് ഏതാണ് നമ്മൾ കഴിക്കാൻ കൊടുക്കുക എന്ന് അഡ്വൈസ് ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന ഒറ്റ ഉത്തരമാണ് അവക്കാഡോ എന്നുള്ള ഫ്രൂട്ട്. അത് നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ വിവിധ രീതിയിൽ അത് നമുക്ക് പാകം ചെയ്തുകൊണ്ട് ജ്യൂസ് ആക്കിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ഭക്ഷണങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കാൻ പാടില്ലാത്തതുമാണ്. പിന്നീട് ഇലക്കറികൾ കൂടിയുണ്ട്. ഇലക്കറികൾ, ചീര, മുരിങ്ങയിലൊക്കെ റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം, പ്രോട്ടീൻസ്, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ റിച്ച് മിനറൽസിൻ്റെയൊക്കെ വളരെയധികം വലിയൊരു സോഴ്സാണ് മുരിങ്ങയിലൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് മുട്ട എന്നുള്ളത്. മുട്ടയിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്,
വൈറ്റമിൻ ഇ ഉണ്ട്, അതുപോലെ ഒട്ടനവധി മിനറൽസും എല്ലാം നമുക്ക് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ദിവസം ഒരു മുട്ട കഴിക്കുകയാണെങ്കിൽ തന്നെ ധാരാളം നമുക്ക് പ്രോട്ടീൻസ് കിട്ടാൻ, നമ്മുടെ നല്ലൊരു എനർജി സോഴ്സായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ നമുക്ക് മുട്ട ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ മുട്ട കഴിക്കുമ്പോൾ ചില ആളുകൾ ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ടൊക്കെ മുട്ട കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യുക. ഇനി അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് ഫൈബേഴ്സ് ആഡ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഉള്ളികളും ഒനിയനും ഫൈബേഴ്സും ഇലക്കറികളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഓംലേറ്റ് ആക്കിയിട്ട് മുട്ട കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയാറുണ്ട്. പുഴുങ്ങി കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ കാണാറുണ്ട്. പിന്നീട് നമ്മൾ കൂടുതൽ ഹെൽത്തി ഏതാണ്, പുഴുങ്ങി കഴിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ഓംലേറ്റ് കഴിക്കുന്നതാണോ എന്നുള്ളത് രോഗികൾ ചോദിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് പുഴുങ്ങി കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത്. മറ്റേ ഓംലേറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ അതിൽ ഓയിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതുകൂടി ഓയിലിൻ്റെ അളവ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അളവ് നിശ്ചയിച്ചുകൊണ്ട് അമിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും കൃത്യമായിട്ടൊരു ഫുഡ് ചാർട്ടും ഫുഡ് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണത്തിന് കൊണ്ടുള്ള അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിനിക്കുകളിൽ വരുന്നത് ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ ഭക്ഷണ ശീലങ്ങളെ കൊണ്ട് തന്നെയാണ്. പലപ്പോഴും ഈ വ്ളോഗേഴ്സ് പറയുന്ന പല ഭക്ഷണക്കൂട്ടുകളും തേടിയിട്ട് നമ്മളെല്ലാം യാത്രയാകും. ആ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ദൂരങ്ങളിലേക്കൊക്കെ പോയി അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാതെ നമ്മൾ ധാരാളം അത് കഴിക്കും. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ പലപ്പോഴും വിളിച്ചു വരുത്താറുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ കണ്ടൻറ്റ് ആവില്ല അതിലുണ്ടാവുക, ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കില്ല. എല്ലാം അമിതമായിട്ട് ഇടുമ്പം നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് പലപ്പോഴും ചേർക്കുന്ന പ്രിസർവേറ്റീവ്സും നമ്മുടെ ഭക്ഷണ രസത്തിന് വേണ്ടിയിട്ട് കൂട്ടുന്ന പല കൂട്ടുകളും അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദ്രോഹം ചെയ്യുമെന്നുള്ളത് പലപ്പോഴും നമ്മളാരും തിരിച്ചറിയാറില്ല. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ഇന്ന ഭക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഭക്ഷണശീലങ്ങൾ തന്നെ കൃത്യമാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കൽ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം കൺസൾട്ടൻ്റാണ്. താങ്ക് യു.